ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ട എന്ന കാര്യത്തിൽ വിജിലൻസ് തീരുമാനമെടുത്തുവെന്ന് വാർത്ത വരുന്നു. തങ്ങൾക്ക് നേരിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസ് നിലപാട്. പ്രത്യേക സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ലെന്ന വിലയിരുത്തൽ. അന്വേഷണം വേണമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെ എന്നുമാണ് വിജിലൻസ് തീരുമാനം. നമുക്ക് ഒപ്പം ഈ വാർത്ത പങ്കുവയ്ക്കാൻ AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ ജയശങ്കർ, അങ്ങനെ ഒരു തീരുമാനം വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തതിൻ്റെ പിന്നിൽ എന്താണ്? ഗുഡ് മോർണിംഗ് SK. ഈ എറണാകുളം സ്വദേശി ഉൾപ്പെടെയുള്ള ആളുകൾ MR അജിത് കുമാറിൻ്റെ ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് നിലവിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം നേരിട്ട് ADGP MR അജിത് കുമാറിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്താനാകില്ലെന്നൊരു നിലപാടിലെത്തിയത്. ആവശ്യമെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കട്ടെ, ഈ നിർദ്ദേശം ലഭിച്ചാൽ മാത്രം ഇത്തരത്തിൽ അന്വേഷണം നടത്താം. നിലവിൽ MR അജിത് കുമാറിനെതിരെ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ വിജിലൻസ് കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. എന്തായാലും അജിത് കുമാറിന് ലഭിച്ച പ്രാഥമിക പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് വിജിലൻസിൻ്റെ ഈ ഒരു നിലപാട്. എന്തായാലും MR അജിത് കുമാറിനെ തൊടാൻ വിജിലൻസിനും പറ്റില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇതിലൂടെ വിജിലൻസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിജിലൻസ് സർക്കാരിനെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്ത വിജിലൻസ് അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി അനുമതി നൽകാത്തതാണ് ഇതിലെ പ്രതിസന്ധി. ഇന്ന് 7 ദിവസമായി MR അജിത് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ നൽകിയിട്ട് ഈ ശുപാർശയിൽ ഒരു വുമില്ല. ആ ഒരു ഘട്ടത്തിലാണ് വിജിലൻസ് കൃത്യമായി പറയുന്നത് ADGPക്കെതിരെ തങ്ങൾ അന്വേഷണത്തിന് തയ്യാറല്ല, സ്വമേധയാ തങ്ങൾക്ക് ലഭിച്ച പരാതികളിൽ അന്വേഷണത്തിന് തയ്യാറല്ല, വേണമെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ നിർദ്ദേശിക്കട്ടെ എന്നൊരു നിലപാടിലാണ് വിജിലൻസ് ഉള്ളത്. വിജിലൻസ് മേധാവി അവധിയിലായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം വിജിലൻസ് എടുത്തത്. എന്തായാലും എറണാകുളം സ്വദേശി നൽകിയ അനധികൃതമായ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതി വിജിലൻസ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിൻ്റെ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നില്ല. വസ്തുതയാണ് വിജിലൻസ് പരിശോധിച്ചത്. ഇതിനുശേഷമാണ് നിലവിൽ വിജിലൻസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. അതായത് ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നേരിട്ടൊരു അന്വേഷണത്തിലില്ല, ആവശ്യമെങ്കിൽ സർക്കാർ നിർദ്ദേശം വരട്ടെ. പക്ഷേ ADGPക്കെതിരെ DGPയുടെ ശുപാർശയിൽ പോലും സർക്കാർ ഇതുവരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. SK. ഓക്കെ, താങ്ക് യു ജയശങ്കർ. അലമീൻ തങ്ങൾപടി പറഞ്ഞു, ഒരു രാജ്യം ഒരു ഇലക്ഷൻ, ഇതോടെ ജനാധിപത്യത്തിൻ്റെ മരണമണി മുഴങ്ങും എന്നാണ് പറയുന്നത്. സ്മിത ഷിബു ചോദിക്കുന്നു, സുഖമാണോ? എങ്ങനെ സൂഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് രാവിലെ വരുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ വരുന്ന വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ടു പോകുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ വലിയ സുഖമൊന്നുമില്ല, പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നമ്മുടെ വേറൊരു സുഹൃത്ത് ജോർജ് ചന്ദ്യം പറയുന്നത്, SK വാർത്തകൾ കാണുന്ന സമയത്ത് പ്രോംപ്റ്റർ അല്പം കൂടി പൊക്കി വയ്ക്കണം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ SKൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുന്ന ആയി തോന്നുന്നു എന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. പ്രേക്ഷകർ പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.